ഒരു പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുള്ള നിലവിളിയാണിത്. നിങ്ങളെല്ലാവരും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ബാക്കി കൂടി കാണാം. ശേഷം ഹോട്ടൽ ഉടമ യുവതിയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. ലൈംഗിക താല്പര്യങ്ങളും ശരീരവർണ്ണനയും നടത്തി മുക്കത്തെ സങ്കേതം ഹോട്ടൽ ഉടമ ദേവദാസ് ജീവനക്കാരിക്ക് വാട്സാപ്പ് വഴി സന്ദേശങ്ങളും അയച്ചിരുന്നു. മോശമായ പെരുമാറ്റത്തിന് പലവട്ടം മാപ്പ് പറയുന്ന ദേവദാസ് യുവതി പരുക്കുപറ്റി ആശുപത്രിയിലായ ശേഷമാണ് ഭീഷണി സന്ദേശം അയച്ചത്. നിനക്കുള്ള ആദ്യ ഡോസാണിതെന്നാണ് ഭീഷണി. ദേവദാസ് പലവട്ടം അപമര്യാദയെ പെരുമാറിയതോടെ ജോലി രാജിവെക്കുന്നതായി യുവതി അറിയിച്ചതോടെയാണ് ക്ഷമാപണം നടത്തി സന്ദേശങ്ങൾ അയച്ചത്. തന്റെ ഭാഗത്തു നിന്നും ഇനി മോശമായ ഒരു പെരുമാറ്റവും ഉണ്ടാവില്ലെന്ന് ദേവദാസ് ഉറപ്പു നൽകുന്നു. ബിസിനസ് പരമായ ബന്ധങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അവസാന അവസരം നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. കടമായി നൽകിയ പണം തിരിച്ചയക്കരുത്, നീ സങ്കേതത്തിലെ മാലാഖയാണെന്നും വാട്സ്ആപ്പ് സന്ദേശത്തിലുണ്ട്. ദേവദാസിന്റെ ഉറപ്പുകൾ വിശ്വസിച്ച് ജോലിയിൽ തുടർന്ന യുവതിയോട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ദേവദാസ് ലൈംഗിക താല്പര്യങ്ങൾ വ്യക്തമാക്കുന്ന സന്ദേശങ്ങളും പുറത്തു വന്നു. യുവതിയുടെ ശരീരഭാഗങ്ങളെ കുറിച്ചും ഇയാൾ വർണ്ണനകൾ നടത്തുന്നുണ്ട്. മോശമായ പെരുമാറ്റവും സന്ദേശങ്ങളും ഉണ്ടാവരുതെന്ന് യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും വ്യക്തമാണ്. ദേവദാസിൽ നിന്നുള്ള ശല്യമേറിയതോടെയാണ് യുവതി ഇക്കാര്യം ഇയാളുടെ ഭാര്യയെ അറിയിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. പിന്നീട് ഭീഷണിയുമായി ദേവദാസും ജീവനക്കാരും താമസസ്ഥലത്തെത്തുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്നാണ് യുവതി രക്ഷപ്പെടാനായി ഒന്നാം നിലയിൽ നിന്ന് ചാടിയതും ഗുരുതരമായി പരിക്കേറ്റതും. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയും യുവതിക്ക് ദേവദാസ് സന്ദേശം അയച്ചു. നിനക്കുള്ള ആദ്യ ഡോസാണിതെന്നായിരുന്നു ഭീഷണി. ഈ സന്ദേശത്തിന് പിന്നാലെ അയച്ച 2 സന്ദേശങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഒളിവിൽ പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ച് പിടിയിലായ ദേവദാസ് റിമാൻഡിലാണ്. അതിനിടെ ദേവദാസിന്റെ കൂട്ടാളികളായ 2 ജീവനക്കാർ കീഴടങ്ങി. സുരേഷ്, റിയാസ് എന്നിവരാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. അവർക്ക് അയച്ച വാട്സപ്പ് സന്ദേശമാണിത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും കാര്യങ്ങളും ഉണ്ട്. വനിതാ കമ്മീഷനുണ്ട്. എല്ലാവരും ഇതിലിടപെട്ട് സ്ത്രീകൾക്ക് നല്ല സുരക്ഷ ഉറപ്പാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.